നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സെൻസസിന്റെ ആവശ്യത്തിനായി എത്തിയാണ്. സാറിന്റെ വിലയേറിയ കുറച്ച് സമയം എനിക്ക് തരണം, കുറച്ച് വിവരങ്ങൾ അറിയാൻ വേണ്ടി. തീർച്ചയായിട്ടും വേണം. എന്താണ് സാറിന്റെ വീടിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ഇത് തീർത്തും രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളാണ്. സാറ് പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നത്. അയ്യോ, അതിനെന്താ സന്തോഷമുള്ള കാര്യമല്ലേ? നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു വലിയ സംഭവത്തിന്റെ ഭാഗമാകുകയല്ലേ? സാർ ചോദിച്ചോളൂ. അപ്പോൾ ആദ്യത്തേത് കെട്ടിട നമ്പറാണ് സാറേ. ഇവിടെ സാറിന്റെ വെളിയിലിട്ടേക്കുന്ന നമ്പർ നമ്മൾ ഒന്നുകൂടെ അവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ മംഗലാപുരം ഗ്രാമപഞ്ചായത്തിലുള്ള 34 അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. സാറ് സെൽഫ് എന്യൂമറേഷൻ ചെയ്തിട്ടുണ്ടോ സാറേ? അതെനിക്ക് ഇതുവരെ പറ്റിയില്ല. ഞാൻ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞെങ്കിൽ ഈ പല തിരക്ക് കാരണം അതിലോട്ടൊന്നും പോയി നോക്കാനൊരു അവസരം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ചോദിക്കാം, സാറിനോട് നേരിട്ട് തന്നെ ചോദിക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയാൻ, നിലത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന സാമഗ്രി എന്താണ്? നമ്മൾ ഇത് ടൈലാണ്. ഓക്കെ, ടൈലുണ്ട്. അടുത്തത് ഭിത്തിക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രി എന്തെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് താബൂക്കാണ്. നമ്മുടെ സിമെന്റ് ബ്ലോക്ക് ഇല്ലേ, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചുടുകല്ലൊന്നും അല്ല, താബൂക്കാണ്. അപ്പോൾ കോൺക്രീറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. മേൽക്കൂരയ്ക്ക് ഉപയോഗിച്ച പ്രധാന സാധനം എന്താണ് സാറേ? അത് കമ്പി സിമെന്റ്. അപ്പോൾ കോൺക്രീറ്റ്. ഓക്കെ. അടുത്തത് സെൻസസ് വീടിന്റെ ഉപയോഗമാണ്. ഇത് താമസത്തിന് മാത്രമാണോ അത് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുന്നു? താമസിക്കാൻ മാത്രം തന്നെ, അല്ലാതെ വാടകയ്ക്കൊന്നും കൊടുത്തിട്ടില്ല. അടുത്ത ചോദ്യം ഈ വീടിന്റെ അവസ്ഥയെ പറ്റിയാണ്. അത് സാറ് തന്നെ പറയണം. നമ്മൾ വീടിനെ ഒരിക്കലും മോശമാകാൻ നമുക്ക് പറ്റില്ലല്ലോ. നമ്മൾ കിടക്കുന്ന സ്ഥലമല്ലേ. അതുകൊണ്ട് വളരെ എത്ര ബുദ്ധിമുട്ടിയാലും വീട് നല്ല രീതിയിൽ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. നല്ലതെന്ന് മാത്രം സാറ് അടയാളപ്പെടുത്തിയാൽ മതി. അടുത്തത് കുടുംബത്തിന്റെ കാര്യങ്ങളാണ്. കുടുംബത്തിന്റെ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ വരും കേട്ടോ സാറേ. കുടുംബത്തിൽ പതിവായി താമസിക്കുന്നവരുടെ ആകെ എണ്ണമാണ് അടുത്ത ചോദിച്ചേക്കുന്നത്. കുടുംബത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. കാരണം എൻ്റെ ഭാര്യ അവളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിലാണ് വർക്ക് ചെയ്യുന്നത്. മോള് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എറണാകുളത്താണ്. മോനും ഭാര്യയോടൊപ്പമാണ്. അപ്പോൾ ഈ വീട്ടിലിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരാളെന്ന് എഴുതാം സാർ. അതെ. ഇപ്പം ഞാൻ മാത്രമേ. കുടുംബനാഥന്റെ അല്ലെങ്കിൽ നാഥയുടെ പേര് തരുന്ന ആളിന്റെ പേരാണ് നമ്മൾ കുടുംബനാഥൻ അല്ലെങ്കിൽ നാഥ എന്നുള്ള രീതിയിൽ എഴുതുന്നത്. അതെ, മണികണ്ഠൻ പിള്ള എന്നാണ്. മണികണ്ഠൻ പിള്ള. ഓക്കെ സാർ. അടുത്തത് ആണാണോ പെണ്ണാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ളതാണ്. പിന്നെ അടുത്ത പട്ടികജാതി പട്ടികവർഗമോ മറ്റുള്ളവരോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മറ്റുള്ള ജനറലാണ്. ഇനി അടുത്ത ചോദ്യം വീടിന്റെ ഉടമസ്ഥത. ഇത് സാറിന്റെ പേരിലാണ്. വീടിന്റെ പേര് തന്നെ. വീടിന്റെ ഉടമസ്ഥാവകാശം എന്റെ പേര് തന്നെയാണ്. ഈ വീട്ടിൽ താമസിക്കുവാനുള്ള മുറികളുടെ എണ്ണത്തെ പറ്റിയാണ് അടുത്ത ചോദ്യം സാറേ. അതില് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അടുക്കള, കുളിമുറി, കക്കൂസ്, സ്റ്റോർ റൂം, ഇടനാഴി, വരാന്ത എന്നിവ ഒഴിച്ചുള്ള റൂമുകളുടെ എണ്ണം സാറ് പറഞ്ഞാൽ മതി. അപ്പോൾ സാറ് ചോദിച്ച എല്ലാം ഒഴിവാക്കിയിട്ട് പറയുകയാണെങ്കിൽ 5 റൂമാണ്. 5 റൂം സാറേ. അടുത്തത് കുടുംബത്തിൽ താമസിക്കുന്ന ദമ്പതികളുടെ എണ്ണമാണ്. ഇപ്പോൾ സാറിൻ്റെ വൈഫ് സാറ് പറഞ്ഞതുപോലെ ഇവിടെ താമസിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ ദമ്പതികൾ ഇല്ല എന്നാണ് നമ്മളിതിൽ എഴുതുന്നത്. ഓക്കെ, അത് അങ്ങനെയാണല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം സാറേ. പിന്നെ കുടിവെള്ളത്തിന്റെ പ്രധാന സ്രോതസ് എന്താണ് സാർ? അത് കിണറാണ്. കിണറുണ്ട് ഇവിടെ. നമ്മുടെ വയലിന്റെ അരികിലായതുകൊണ്ട് നല്ല കിണറുണ്ട്. അടുത്തത് കുടിവെള്ള സ്രോതസ്സിന്റെ ലഭ്യതയാണ്. അത് പരിസരത്താണോ പരിസരത്തിനടുത്ത്? തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് പരമ്പരാഗതമായിട്ടുള്ള കിണറാണ് ഇവിടെ. നമ്മുടെ ഈ വയലിന്റെ ഇടയിലായതുകൊണ്ട് വെള്ളത്തിനൊന്നും ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുമില്ല. കിണർ തന്നെയാണ്. അടുത്തത് വെളിച്ചത്തിന്റെ സ്രോതസ്സിന്റെ കാര്യമാണ്. അപ്പൊ അതില് വൈദ്യുതി, മണ്ണെണ്ണ, വൈദ്യുതിയാണ് ഇവിടെ. അടുത്ത കക്കൂസിന്റെ ലഭ്യതയാണ്. ഇത് കുടുംബത്തിന് മാത്രമാണോ അത് വേറെ പുറത്തുനിന്ന് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല സാറേ, നമ്മളെ വീട്ടിലുള്ള അംഗങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പൊ എല്ലാ വീട്ടിലും കക്കൂസ് ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മളെ കക്കൂസ് നമ്മൾ മാത്രമേ, പുറത്തുള്ള ആരും ഉപയോഗിക്കുന്നില്ല, നമ്മൾ മാത്രം. ഓക്കെ സാർ. അടുത്ത കക്കൂസിന്റെ തരമാണ്. പലതരത്തിലുള്ള കക്കൂസുകളുണ്ടല്ലോ. ഇവിടെ സെപ്റ്റിക് ടാങ്ക് 2 കുഴിയുള്ളതാണോ അതേ ഒറ്റ കുഴിയാണോ? ഇവിടെ നമ്മൾ ഈ വയലിന്റെ അടുത്തായതുകൊണ്ട് സെപ്റ്റിക് 2 ടാങ്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ സാർ. അടുത്തത് അഴുക്ക് വെള്ളക്കുഴൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഉത്തരം എഴുതാൻ പറ്റുന്നത് മൂടിയ ഡ്രെയിനേജിനോട് തുറന്ന ഡ്രെയിനേജ്, ഒരു ഡ്രെയിനേജും ഇല്ല. അത് നമ്മൾ ഈ കുളിക്കുന്ന വെള്ളമായാലും അടുക്കളയിൽ നിന്ന് പോകുന്ന വേസ്റ്റ് വെള്ളമായാലും അതിനൊരു പ്രത്യേകിച്ചൊരു ഡ്രെയിനേജ്, പ്രത്യേകിച്ചൊരു കുഴി എടുത്തിട്ട് അതിലാണ് ഒഴുക്കി വിടുന്നത്. അങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത്. സ്ലാബ് ഇട്ടിട്ടുണ്ടോ? സ്ലാബ് ഇട്ടിട്ടുണ്ട്. ഓക്കെ സാർ.
അടുത്തത് പരിസരത്ത് ലഭ്യമായ കുളിക്കുവാനുള്ള സൗകര്യം, കുളിമുറി മേൽക്കൂര ഉള്ളതാണോ ഇല്ലാത്തതാണോ? ഓ, മേൽക്കൂരയുള്ള കുളിമുറിയാണ്. ഓക്കെ. അടുത്തത് അടുക്കളയിലുള്ള LPG PNG കണക്ഷന്റെ LPG ആണ് ഇവിടെ. LPG ആണ്, വേറെ വിറകോ അങ്ങനെ അടുക്കളയിൽ തന്നെയാണ്. അടുത്ത പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം ഏതാണ് സാറേ? അത് LPG. വിറകൊന്നും ഇപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല. പണ്ട് അമ്മയൊക്കെയുള്ള സമയത്ത് വിറക് ഉപയോഗിച്ചിരുന്നു, ഇപ്പം ഇല്ല. ഇനി അടുത്ത കുടുംബത്തിന് കൈവശമുള്ള ആസ്തികളെ പറ്റിയുള്ള ചോദ്യമാണ് സാറേ. റേഡിയോ ട്രാൻസിസ്റ്റർ, അത് പരമ്പരാഗതമായ റേഡിയോ സെറ്റ് ഇവിടെ ഉണ്ടോ സാറിന്? അത് മൊബൈലിലോ സ്മാർട്ട് ഫോണിലാണോ കാണുന്നത്? അത് മറ്റേതെങ്കിലും ഉപകരണത്തിലാണോ സാർ കാണുന്നത്? അത് റേഡിയോ ആണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ഒരു 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഇവിടെ റേഡിയോ വാങ്ങുന്നത്. അന്നത്തെ കാലത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഇന്നും ഈ വീട്ടിൽ ഒരു റേഡിയോ ഉണ്ട്. റേഡിയോ രാവിലെ കേൾക്കും. റേഡിയോ പരിപാടി കേട്ടുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത്. റേഡിയോ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മൊബൈൽ ഉണ്ടെങ്കിലും റേഡിയോ സ്ഥിരം കേൾക്കും. ഓക്കെ. ഇനി അടുത്ത ടെലിവിഷനാണ്. ഇവിടെ ദൂരദർശന്റെ സൗജന്യ ഡിഷാണോ അതേ മറ്റ് DTH ഡിഷ്? ഇവിടെ DTH ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ഇന്റർനെറ്റിനെ കുറിച്ചുള്ളതാണ് സാറേ. ഈ ലാപ്ടോപ്പിലാണോ സാർ ഉപയോഗിക്കുന്നത്, മൊബൈലിലാണോ, സ്മാർട്ട് ഫോണിലാണോ, അതേ മറ്റേതെങ്കിലും ഉപകരണത്തിലാണോ, അതേ ഇല്ലയോ? മൊബൈലിലാണ്. ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ സാറിനുണ്ടോ? ഇല്ല. അടുത്ത ടെലിഫോൺ, മൊബൈൽ, സ്മാർട്ട് ഫോൺ, ഇതിൽ ഏതാണ്? ലാൻഡ് ഫോൺ ഉണ്ടോ? ലാൻഡ് ഫോൺ ഇല്ല, മൊബൈൽ മാത്രമേ ഉള്ളൂ. അടുത്തത് സൈക്കിള്, സ്കൂട്ടർ, മോട്ടോർ സൈക്കിൾ, അങ്ങനെ? സൈക്കിള് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്നത് ബൈക്കാണ്. പക്ഷേ മകൻ സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ സൈക്കിളും ബൈക്കും ഉണ്ടല്ലേ സാറേ? കാറ്, ജീപ്പ്, വാൻ, ഇതിലേതാ സാറിനുള്ളത്? ഒരു കാറുണ്ട്. അടുത്തത് സാർ ഉപയോഗിക്കുന്ന പ്രധാന ധാന്യം ഏതെന്നാണ്? അരി, ഗോതമ്പ്? അടുത്ത സാറിന്റെ മൊബൈൽ നമ്പറാണ് വേണ്ടത്. 9446969692. അതല്ലാതെ വേറൊരു നമ്പറുണ്ട്. അത് വേണ്ടല്ലോ, ഇത് മതി. ഒരു നമ്പറേ കൊടുക്കാൻ പറ്റും സാറേ. അപ്പൊ ഞാനിത് ഒന്നുകൂടെ വായിക്കാം. സാറ് പറഞ്ഞ വിവരങ്ങൾ ഒന്നുകൂടെ വായിക്കാം. ഇത്രയും സമയം ഭാരതീയ സെൻസസിനോടും എന്നോടും സഹകരിച്ച സാറിന് നന്ദി. സാറേ, ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ ഈ ഫോണിൽ കൂടെയൊക്കെ ഇത് ചെയ്യാമെന്ന് പറയുമ്പോഴും ഞാൻ വിചാരിച്ചെന്തോ ഒരു വലിയ സംഭവമാണെന്ന് കരുതിയിട്ട് ഞാനത് നമ്മളെ കൊണ്ട്, സാധാരണക്കാരെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ സാറ് വന്നിട്ട് ഇത് ചോദിച്ചപ്പോൾ ഇത്ര സിമ്പിളാണെന്ന് തോന്നി. എല്ലാ ഉത്തരങ്ങളും എനിക്ക് പറയാൻ കഴിഞ്ഞു. ശരിക്കും ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇതിനെയൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമാക്കാകേണ്ടതാണ് എന്ന് മനസ്സിലായി. എന്നെപ്പോലെ എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. സന്തോഷം. അടുത്ത വീട്ടിലോട്ട് തീർച്ചയായിട്ടും.